ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ 2026 ഓഗസ്റ്റ് മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് എങ്ങനെയുണ്ട്, അനുകൂലമാണോ പ്രതികൂലമായ സാഹചര്യമാണോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൃശ്ചിക രാശിക്കാർക്ക് മാത്രമേ വൃശ്ചിക ലഗ്നക്കാർക്ക് ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ഓഗസ്റ്റ് മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് കഴിവുകളെയൊക്കെ ശരിക്കും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാം. ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന പല വിഷമങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുക, ഇതൊക്കെ പറയുന്ന ടൈം പീരീഡാണ് എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നോക്കേണ്ട ഒരു കാര്യം, അല്ലെ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ ഫീൽ ആയ കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന കാരണം ഇപ്പോൾ ഓഗസ്റ്റ് മാസം തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ടൈമിൽ അത്ര വീഡിയോ ഇടാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഡിലേ ആയത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഓഗസ്റ്റ് മാസത്തിന് തന്നെ കുറേ ആളുകൾക്കെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഡട്നെസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ലേസിനെസ് ഫീലിംഗ് ടൈം പീരീഡ് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അല്ലെങ്കിൽ അനുഭവിക്കുക ഒരു ലേസിനെസ്, ഒരു അലസതാ മനോഭാവം നിങ്ങൾക്ക് ഈ ടൈം പീരീഡ്. അത് നിങ്ങളുടെ തൊഴിലിനെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാൽ വിദ്യാഭ്യാസത്തെ, ബിസിനസ്സുകാരെ സംബന്ധിച്ചാൽ ബിസിനസ്സിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ അലസത, ആ മടി, ആ ലേസിനെസ് നിങ്ങളെ പിടികൂടാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കർക്കിടക രാശിയിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് പറയുന്നത് നമുക്ക് അനുകൂലമായ അവസ്ഥയിൽ. സോ നമുക്കൊരു ടോട്ടലി ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ലൈഫ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറയാം. ഇപ്പം പലരും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാന കാര്യങ്ങളൊക്കെ ഒരു വർധനമുണ്ടായിരിക്കാം. ജോലി കിട്ടാതിരുന്നവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും, അത് ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ്സെല്ലാം നിങ്ങൾ റെഡിയാക്കി നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുക, വരുമാനം കിട്ടുക, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളിലേക്ക് ജനറേറ്റ് ആവുക, നിങ്ങളുടെ ആ വർക്കിൻ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് മാറുന്ന അവസ്ഥ, നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന അവസ്ഥ, കുറച്ചുകൂടി മെച്യൂറായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മെച്യൂർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡ് ഈ ഓഗസ്റ്റ് മാസം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളിലേക്ക് കയ്യിലേക്ക് വരുമാനം, നിങ്ങളുടെയും മറ്റാൾക്കാരുടെയും വരുമാനങ്ങൾ വന്നുണ്ട്, അതായത് ജോലി സംബന്ധമായിട്ട് മറ്റേതെങ്കിലും വരുമാനം വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പേരിനും അത് കളങ്കം വരുത്താതെ ഇരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ തന്നെ ആ കാര്യങ്ങളായാലും കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ എഴുതി പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കറക്റ്റ് ഡേറ്റ കിട്ടും. എഴുതുക എന്ന് പറയുന്ന ബുക്ക് എടുത്ത് എഴുതാൻ തന്നെയല്ല, നിങ്ങളുടെ ലാപ്പിലോ അല്ലെങ്കിൽ എന്തിലാ ഫോണിലോ എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റണം, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ബുക്ക് തന്നെ എടുത്ത് എഴുതി വെക്കണം ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നിങ്ങൾ ഫോളോ ചെയ്യാം. അതൊന്ന് എഴുതി വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വരുമാന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ടൈം പീരീഡ് ഉണ്ടാവേണ്ടതിന്, അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. കാരണം വരുമാനം ഈ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നിങ്ങൾ മാത്രമാണ്. സോ മാക്സിമം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക, അതിനുള്ള കാര്യങ്ങൾ നിൽക്കുക, അതിനുള്ള കരുക്കൾ നിൽക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുമാനം വന്നിരിക്കും. ഓക്കെ, സോ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. പരിശ്രമം നടത്താതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എല്ലാം എൻ്റെ അടുത്തേക്ക് വരണം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകില്ല. എല്ലാ മാസങ്ങളും പോയ പോലെ തന്നെ ഈ മാസം അങ്ങ് പോകും. നല്ല മാസങ്ങൾ വരുമ്പം കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ മാസത്തിൻ്റെ ഫലം നമുക്കും ജീവിതത്തിൽ അനുഭവപ്പെടും. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ വൃശ്ചിക രാശിയിൽ അതായത് വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച നിങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, അനേക ആളുകളുണ്ട്, അല്ലേ, കോടിക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം എന്താണ് ലൈഫിൽ ഓരോ തരത്തിലായിരിക്കും വരിക എന്ന് പറയാം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല സാഹചര്യങ്ങളുണ്ട്, അല്ലേ, അതിന് പല ഘടകങ്ങളും പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം അതെല്ലാം കണക്കിലെടുത്താണ് നമുക്ക് ഒരാളുടെ മാത്രമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ബട്ട് മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം പീരീഡ് വൃശ്ചിക രാശിക്കാർക്കായാലും വൃശ്ചിക ലഗ്നക്കാർക്കായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ ചിന്താശക്തി നല്ല രീതിയിൽ തെളിയുന്ന സമയമാണ്. കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം പീരീഡ് സൂപ്പറാക്കി മാറ്റാൻ പറ്റും. വിദ്യാർത്ഥികളോട് എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ള, നിങ്ങൾക്ക് നല്ല അവസരമാണ്, നല്ല ടൈം പീരീഡാണ്, പഠിക്കാൻ നല്ല യോഗമുള്ള സമയമാണ്, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന സമയമാണ്, നിങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ മാസം അലസത എന്ന് പറഞ്ഞൊരു ഭാഗം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരും. അപ്പം അത് നിങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവില്ല. ആ അലസതയെ മാറ്റി നിർത്തി, ആ ലേസിനെസ്സിനെ മാറ്റി നിർത്തി, ആ മടീനെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ പഠന കാര്യങ്ങളിൽ
ശ്രദ്ധ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഒരു മികവ് എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറക്ക കാര്യങ്ങൾ ശരിയാക്കുക, ആഹാര കാര്യങ്ങൾ കറക്റ്റാക്കുക, കൃത്യമായ വ്യായാമം പ്രാക്ടീസ് ചെയ്യുക, അനാവശ്യമായ ആഹാരശീലം, ഉറക്കശീലം, അതുപോലെ തന്നെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന അവസ്ഥ. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിഷനല്ല അല്ലേ, മിഷനുകൾക്ക് പോലും ആവശ്യമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ് മനസ്സിലാക്കുക. ഓക്കെ, ആ കൃത്യമായി ശരീരം ആവശ്യപ്പെടുന്ന സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് രാത്രി കിടക്കുന്ന സമയം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ റിപ്പയറിങ് നടക്കുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി ഒത്തിരി നേരം മൊബൈലൊന്നും കണ്ട് സമയം കളയാതെ കൃത്യമായ രീതിയിൽ ഉറക്കത്തേക്ക് സെറ്റാക്കി നേരത്തെ ആഹാരം കഴിച്ച് 2-3 മണിക്കൂർ മുമ്പ്, കിടക്കുന്നതിന് 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പ് ആഹാരം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ നേരത്തെ ഏറ്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നമ്മുടെ ബോഡി കുറച്ചുകൂടി ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് പറയാനെങ്കിലുള്ളൂ കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ മാസഫലം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പേര് നക്ഷത്രം താരം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു വ്യക്തി അനിശ്ചിതമായിട്ടുള്ള ഫലമല്ല. നമ്മൾ ജനറൽ പ്രഡിക്ഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രഡിക്ഷൻസ് കാണുമ്പം നിങ്ങളുടെ ലഗ്നത്തിൻ്റെയും ചന്ദ്രനും നിൽക്കുന്ന രാശിയുടെയും കൂടി ആസ്പദമാക്കി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ജനിച്ച ഇടവൽ രാശിയിലാണ് നിങ്ങളുടെ ലഗ്നം വന്നിരിക്കുന്നത് ധനുരാശിയാണെങ്കിൽ ഇടവരാശിയുടെയും ധനുരാശിയുടെയും കൂടി പ്രഡിക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മാസം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. ഒരു ജന്മരാശി മാത്രം കാണാതെ ലഗ്നത്തിനും കൂടി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ബിൽഡ് ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വ്യക്തിഗതമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദശാകാലം ഏതാണ്, ദശാധിപൻ ആരാണ്, ദശാധിപൻ നമുക്ക് എത്രമാത്രം അനുകൂലത്തിലാണ് പ്രതികൂലത്തിലാണ് എന്നുള്ള സാഹചര്യമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മന്ത്ലി പ്രഡിക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നൊരു ജനറൽ പ്രഡിക്ഷൻ. ഞാൻ തുറക്കം തൊട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ പലരും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ജ്യോതിഷം പഠിക്കുന്ന വളരെ നാളത്തെ ആഗ്രഹമാണ്, എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചത്. നമ്മൾ ജ്യോതിഷ പഠനത്തിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ബാച്ചുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയൊരു ബാച്ചിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. അതിൽ തന്നെ ചിലർ ചോദിക്കുന്ന ഡൗട്ടാണ്, എനിക്ക് ഇനി പഠിച്ചു തുടങ്ങാൻ പറ്റുമോ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജാസ്തി ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ് വരിക ഇതേപോലെ ഇതൊരു ഫോർമാറ്റ് തന്നെയായിരിക്കും വരിക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ക്ലാസ്സസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് സ്ക്രീനോട് ഷെയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ നമ്മുടെ നോട്ടുകളൊക്കെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയും നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടുകയും നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി ഒരു വ്യക്തതയിലോട്ട് നിങ്ങളെ നയിക്കുന്ന രീതിയിലാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തത്. കാരണം നമ്മൾ CA CMA ക്ലാസ്സസ് എടുക്കുന്നതുകൊണ്ട് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്, അതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ ജ്യോതിഷത്തിൻ്റെയും കൂടി കൊണ്ടുവന്നത്. കാരണം CA CMA എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സാണ്, നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയല്ലേ ജ്യോതിഷം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ ആവണമെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അപ്പം അത് ആ രീതിയിലാണ് നമ്മളെ ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നതും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്ന നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ച് കൃത്യമായിട്ട് ഡൗട്ടുകൾ തീർത്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഡൗട്ട് ചോദിക്കുമ്പോൾ അന്നേരം തന്നെ സ്പോട്ട് റിപ്ലൈ കിട്ടുമെന്ന് വരില്ല, ഒരു 24 മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ജ്യോതിഷ പഠനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്ന് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുക കേട്ടോ. ഇനി നല്ല പെൻഡുലം പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെൻഡുലം ഹൗസിങ്ങിൻ്റെ ക്ലാസ്സസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസാണ് അറിയേണ്ടത്, അത് ജസ്റ്റ് അവരെ ഒന്ന് ഇൻഫോം ചെയ്താൽ കൃത്യമായ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്യുകയാണ്. ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക്സിനുള്ളിൽ നമ്മുടെ പവേഴ്സ് ക്ലബിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് അതില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ബയോയ്ക്കകത്ത് നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ്. ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പവേഴ്സ് ക്ലബിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.